ആഴ്ചവട്ടത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ കടന്നുവരവിനെ വളരെ ആർജവത്തോടെ വരവേറ്റവരാണ് ലോകമെമ്പാടുമുള്ള ഓരോരുത്തരും. എന്നാൽ AI പലരുടെയും പണി തെറിപ്പിക്കുമെന്നുള്ള വാർത്തകൾ പലതും പുറത്തു വരികയും ചെയ്തു. എന്തിനേറെ പറയുന്നു, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സമരങ്ങൾ പോലും അരങ്ങേറി. എന്നാൽ നാം ഓരോരുത്തരും അഡ്വാൻസ്ഡ് ആകുക എന്ന മറുവഴി ആശങ്കകൾക്ക് അറുതി വരുത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന പല വാർത്തകളും പഴയ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും മാതൃ കമ്പനിയായ മെറ്റ വൻതോതിൽ തൊഴിലാളികളെ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഏകദേശം 3000 ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടമാകുമെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പകരം മെഷീൻ ലേണിംഗ് എഞ്ചിനീയർമാരെ ജോലിക്കെടുക്കാനാണ് കമ്പനി പദ്ധതിയിട്ടിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക തുടങ്ങിയ ഇടങ്ങളിലെ തൊഴിലാളികളെ ഇത് ബാധിക്കുമെങ്കിലും പ്രാദേശിക തൊഴിൽ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, നെതർലൻഡ് എന്നീ രാജ്യങ്ങളിലെ തൊഴിലാളികളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഫെബ്രുവരി 11-നും 18-നും ഇടയിൽ ജീവനക്കാർക്ക് ലഭിച്ചേക്കുമെന്നാണ് വിവരം. പ്രകടനത്തിൽ പിന്നോക്കം നിൽക്കുന്ന 5% ജീവനക്കാരെ ഒഴിവാക്കാനാണ് ഫേസ്ബുക്ക് ലക്ഷ്യമിടുന്നത് എന്നതാണ് കഴിഞ്ഞ മാസം കമ്പനി പറഞ്ഞിരുന്നു. നിലവിൽ ഇന്ത്യക്കാർക്ക് ഭീഷണിയില്ല എന്ന് കരുതാമെങ്കിലും പിരിച്ചുവിടലിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നാലേ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കൂ. മുകളിൽ പരാമർശിച്ച രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നുമുള്ളവർ ജോലി ചെയ്യുന്നുണ്ടോ എന്നതും ഇതുവരെ ലഭിച്ച വിവരങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ത്യയിൽ നിന്നും കഴിഞ്ഞ ആഴ്ച വന്ന റിപ്പോർട്ടുകളാണ് ശരിക്കും ഞെട്ടിച്ചത്. രാജ്യത്തെ പ്രമുഖ IT കമ്പനിയായ ഇൻഫോസിസിൽ കൂട്ടപ്പിരിച്ചുവിടൽ എന്ന തലക്കെട്ടോടെയായിരുന്നു ഈ വാർത്ത പുറത്തു വന്നത്. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ എടുത്ത ട്രെയിനി ബാച്ചിലെ പകുതിയിലധികം പേരെ പിരിച്ചുവിട്ടതാണെന്നാണ് വിവരം. 700 പേരിൽ 400 പേരെയും പിരിച്ചുവിട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ട്രെയിനി ബാച്ചിനെ 3 മാസത്തിനുള്ളിൽ ഒരു പരീക്ഷ എഴുതിച്ചെന്നും അതിൽ പരാജയപ്പെട്ടവരെയാണ് പിരിച്ചുവിട്ടത് എന്നുമാണ് കമ്പനിയുടെ വാദം. കമ്പനിയുടെ മൈസൂർ ക്യാമ്പസിലെ ട്രെയിനികളെയാണ് കൂട്ടത്തോടെ പിരിച്ചുവിട്ടത്. സിസ്റ്റം എഞ്ചിനീയേഴ്സ്, ഡിജിറ്റൽ സ്പെഷ്യലിസ്റ്റ് എഞ്ചിനീയേഴ്സ് തസ്തികയിലെ ട്രെയിനികൾക്കാണ് പണി പോയത്. പരീക്ഷ പാസ്സാകാത്തതിനാൽ പിരിച്ചുവിടുന്നതിൽ എതിർപ്പില്ല എന്ന് ഇവരോട് എഴുതി വാങ്ങുകയും ചെയ്തു. പരീക്ഷ പാസ്സാകാത്തവരെ ബാച്ച് രീതിയിൽ വിളിച്ച് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് ക്യാമ്പസ് വിടണമെന്ന നിർദ്ദേശം നൽകുകയായിരുന്നു. അതേസമയം ഇത് അന്യായമായ പിരിച്ചുവിടലാണ് എന്ന് ജീവനക്കാർ ആരോപിച്ചു. ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങൾ നൽകി പിരിച്ചുവിടാൻ ഉദ്ദേശിച്ച് നടത്തിയ പരീക്ഷയായിരുന്നുവെന്നും ബൗൺസർമാരെ വെച്ച് മൊബൈൽ ഉൾപ്പെടെ പിടിച്ചു വാങ്ങിയാണ് പിരിച്ചുവിടൽ അറിയിപ്പ് നൽകിയതെന്നും ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെട്ടു. എന്തായാലും ഇതിനെതിരെ തൊഴിൽ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ ന്യായീകരണവുമായി ഇൻഫോസിസ് രംഗത്തെത്തി. ട്രെയിനി ബാച്ചിലുള്ളവർക്ക് പരീക്ഷ പാസ്സാകാൻ 3 അവസരം നൽകിയെന്നാണ് കമ്പനിയുടെ വിശദീകരണം. ജീവനക്കാരുടെ നിലവാരം ഉറപ്പാക്കുന്ന ഇത്തരം പരീക്ഷകൾ കമ്പനിയുടെ രീതിയാണെന്നും വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മറ്റൊരു വാർത്ത. ക്യാമ്പസുകളിൽ നിന്ന് 2000-ലധികം പേരെ റിക്രൂട്ട് ചെയ്ത് 2 വർഷം പിന്നിട്ടിട്ടും ഇൻഫോസിസ് ജോലി നൽകിയില്ല എന്ന പരാതിയുമായി IT ജീവനക്കാരുടെ സംഘടന വീണ്ടും കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തെ സമീപിച്ചു എന്നതായിരുന്നു ആ വാർത്ത. പൂനെ ആസ്ഥാനമായുള്ള നാസൻ ഇൻഫർമേഷൻ ടെക്നോളജി എംപ്ലോയീസ് അഥവാ നൈറ്റ്സ് നൽകിയ പരാതി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാത്തതിൽ കഴിഞ്ഞ മാസം കർണാടക സർക്കാരിനോട് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം വിശദീകരണം ചോദിച്ചിരുന്നു. വിഷയത്തെ കർണാടക തൊഴിൽ വകുപ്പ് നിരുത്തരവാദിത്തപരമായാണ് സമീപിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നൈറ്റ്സ് വീണ്ടും കേന്ദ്രത്തെ സമീപിച്ചത്. 2022 മുതൽ ഇൻഫോസിസ് റിക്രൂട്ട് ചെയ്ത ബിരുദധാരികൾക്ക് ജോലി നൽകിയിട്ടില്ല എന്ന് കാണിച്ച് കഴിഞ്ഞ ഓഗസ്റ്റ് 20-നാണ് നൈറ്റ്സ് പരാതി നൽകിയത്. 2022 ഏപ്രിലിൽ ഓഫർ ലെറ്റർ ലഭിച്ചിട്ടും ഇനിയും ജോലിയിൽ ചേരാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നൽകിയില്ല എന്നാണ് പരാതി. കണക്കുകൾ നോക്കുകയാണെങ്കിൽ അറിയപ്പെടുന്ന IT കമ്പനികളായ വിപ്രോ, ഇൻഫോസിസ്, TCS, ടെക് മഹീന്ദ്ര എന്നിവിടങ്ങളിൽ നിന്നായി കഴിഞ്ഞ 2 വർഷത്തിനിടെ 67,000 ഉദ്യോഗാർത്ഥികൾക്കാണ് ജോലി നഷ്ടമായത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ
ഈ കമ്പനികളെല്ലാം തന്നെ ഉദ്യോഗാർത്ഥികളെ പിരിച്ചുവിടുക മാത്രമല്ല, യുവാക്കളെ ഉയർന്ന ശമ്പളത്തിന് ജോലിക്കെടുക്കുന്നുമുണ്ട്. അതായത് കാലത്തിനോടൊപ്പം അഡ്വാൻസ് ആകാൻ കഴിയുന്നവർക്ക് ഇനിയും പ്രതീക്ഷയുണ്ടെന്ന് ചുരുക്കം. Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.